കരസേനാ മേധാവി മനോജ് പാണ്ഡെ ജമ്മു കശ്മീരിലെത്തി. മേഖലയിൽ നടക്കുന്ന സെർച്ച് ഓപ്പറേഷൻ കരസേനാ മേധാവി നേരിട്ട് വിലയിരുത്തി. ഡിസംബർ 21-ന് ഇവിടെയുണ്ടായ ഭീകരാക്രമണത്തിൽ 5 സൈനികർ വീരമൃത്യു വരിച്ചിരുന്നു. പാകിസ്ഥാനിൽ നിന്ന് രാജ്യാന്തര അതിർത്തി വഴി 25ഓളം ഭീകരർ മേഖലയിലേക്ക് നുഴഞ്ഞു കയറിയതാണ് സൂചന. അതേസമയം കസ്റ്റഡിയിലെടുത്ത 3 പേർ കൊല്ലപ്പെട്ടതിൽ കരസേന ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചു. രജൌരിയിൽ ഭീകരർക്കായുള്ള സെർച്ച് ഓപ്പറേഷൻ പുരോഗമിക്കുന്നതിനിടെയാണ് കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെ പ്രദേശത്തെത്തിയത്. ഓപ്പറേഷന് നേതൃത്വം നൽകുന്ന സൈനികരുമായി മനോജ് പാണ്ഡെ ആശയവിനിമയം നടത്തി. അതിർത്തിയിലെ സാഹചര്യം കരസേനാ മേധാവി നേരിട്ട് വിലയിരുത്തി. ജമ്മു കശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉടൻ നടക്കാനിരിക്കെ രാജ്യാന്തര അതിർത്തിയിൽ സുരക്ഷ വർദ്ധിപ്പിക്കാനാണ് സൈനിക നീക്കം. ഡിസംബർ 21-നാണ് രജൌരിയിൽ ഭീകരാക്രമണത്തിൽ 4 സൈനികർ വീരമൃത്യു വരിച്ചത്. രാജ്യാന്തര അതിർത്തി വഴി നുഴഞ്ഞുകയറിയ പാക് ഭീകരർ ആക്രമണം നടത്തുകയായിരുന്നു. ഈ ഭീകരർക്കായുള്ള തിരച്ചിലാണ് വനമേഖലയിൽ തുടരുന്നത്. അതേസമയം ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച സൈനികൻ ലാൻസ് നായിക് കരൺകുമാറിന് ജന്മനാട് യാത്രയയപ്പ് നൽകി. കാൺപൂരിൽ നടന്ന സംസ്കാര ചടങ്ങിൽ ആയിരങ്ങൾ പങ്കെടുത്തു. ജനം, ഡൽഹി.